Good afternoon. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ? നോക്കിയേ, ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ വരെയാണെന്നല്ലേ പറഞ്ഞത് അല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ 3 എണ്ണം ഏതൊക്കെയായിരുന്നു? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, മൂന്നാമത്തെ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കിയേ, പ്രിവെന്റീവ് മെഷേഴ്സ് എഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ അപകടങ്ങൾക്കെതിരെ എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് എടുക്കാൻ പറ്റും? പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് കേട്ടോ, പ്രതിരോധ നടപടികൾ. എന്തിനെതിരെയായിട്ട്? ഓപ്പറേഷൻ തിയേറ്ററിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്കെതിരെ നടത്താൻ പറ്റുന്ന ഒരു പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ്? പ്രിവെന്റീവ് മെഷേഴ്സ് നോക്കിയ ഫസ്റ്റ് പോയിന്റ്, ഇത് കുറച്ച് പോയിന്റ് ആയിട്ട് തന്നെ തന്നേക്കണേ കേട്ടോ. അപ്പൊ പോയിന്റ്സുകൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് എന്താണ്? നമുക്ക് പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നേഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് ഷൂസ്. അതായത് എന്നാ, അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സസിന് പ്രത്യേകം ഷൂസുകൾ, ആ നേഴ്സസ് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഷൂസ് ധരിക്കുകയാണ്. അതായത് അവിടെ നോൺ സ്കിപ്പ് എന്ന് പറഞ്ഞിട്ട്, സ്കിപ്പ് ആവാത്ത, തെന്നി പോകാത്ത, പെട്ടെന്ന് സ്ലിപ്പ് ചെയ്യാത്ത അങ്ങനെയുള്ള ഷൂസുകൾ വേണം ധരിക്കാനായിട്ട്. അതായത് ഇത് അവിടുത്തെ നേഴ്സുകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ തെന്നി പോകാത്ത തരത്തിലുള്ള, അത് വഴുതി പോകാത്ത തരത്തിലുള്ള ഷൂസ് ധരിക്കുക. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആട്ടോ, അതായത് മെഷേഴ്സ് ആണ്, പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ. അപ്പൊ അങ്ങനെ നേഴ്സൊക്കെ വല്ല അപകടങ്ങളൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി അതിനെതിരെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പേജ് നമ്പർ 1 ഷെയർ ചെയ്ത് കൊടുത്തേ. അജയ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അജയ് വിഷ്ണു ചോദിച്ചിട്ടുണ്ട്. നമ്പർ ആരെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്തേ. 61. രേഷ്മ, സ്നേഹ, അഞ്ജലി, കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് മൈൻഡുള്ള കുറെ കുട്ടികളുണ്ട് കേട്ടോ. അഞ്ജലി ഒക്കെ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. 61. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്താണ് നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് ചെയ്യുന്നത്? നമുക്ക് എന്താ? പുട്ട് ഓൺ ഷൂസ്, കറക്റ്റ് ഷൂസ് അല്ലെ, നേഴ്സസിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേകം ഷൂസ് ധരിക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അട്മോസ്റ്റ് കെയർ. അട്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധയോടുകൂടി ഷാർപ്പ് ഒബ്ജക്ട്സ് കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. കണ്ടോ, മൂർച്ചയുള്ള ഉപകരണങ്ങളാണ്, നമ്മൾ സൂക്ഷിക്കാതെയൊക്കെ ശ്രദ്ധയില്ലാതെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ കൊള്ളാൻ സാധ്യതയുണ്ട് അല്ലെ? കൈ കൊണ്ടുവല്ല കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഷാർപ്പ് ഒബ്ജക്ട്സുകൾക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ, പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസലുകൾ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് കേട്ടോ. പെട്ടെന്ന് കറണ്ട് ഒക്കെ വരികയാണെങ്കിലേ അത് നമുക്ക് അങ്ങോട്ടേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കാൻ വേണ്ടി, പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇത് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ എന്തെങ്കിലും തകരാറൊക്കെ സംഭവിച്ചാൽ കറണ്ട് പെട്ടെന്ന് അവിടുത്തെ ആ വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആളുകളെ സംരക്ഷിക്കാൻ പറ്റും അല്ലെ? അതിനുവേണ്ടി അങ്ങനെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സുരക്ഷാ ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഇത്രേ ഉള്ളൂ. അതായത് ഇലക്ട്രിസിറ്റി ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്.
Then call the skilled electrician. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക് ഫോൾട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉടനെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കണം. To test and repair damaged equipments. ടെസ്റ്റ് ചെയ്യണം, അത് റിപ്പയർ ചെയ്യണം. ഇത് ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ചെയ്യണം, ടെസ്റ്റ് ചെയ്യുക. എന്താണ് അത് കേട് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് പറ്റിയതെന്ന് നോക്കണം, അത് റിപ്പയർ ചെയ്യുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഷോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കരുത് അല്ലെ. പെട്ടെന്ന് തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ പറയാ അതിനുള്ള റിപ്പയർ കാര്യങ്ങളൊക്കെ ചെയ്യുക. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കിയേ, പുട്ട് ഓൺ റേഡിയേഷൻ ഡോസിമീറ്റർ. പുട്ട് ഓൺ റേഡിയോളജിയിൽ നമുക്ക് പഠിക്കാറുണ്ട് കേട്ടോ ഡോസിമീറ്റർ. പുട്ട് ഓൺ റേഡിയേഷൻ ഡോസിമീറ്റർ. ഡോസിമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുക. When exposed to radiations, റേഡിയേഷൻസുമായിട്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ റേഡിയേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡോസിമീറ്റർ, അപ്പൊ അതിനകത്ത് അറിയാൻ പറ്റും എത്രത്തോളം റേഡിയേഷൻ ഉണ്ട്, അതിന്റെ ആ ഒരു ഇതൊക്കെ അതിനകത്ത് കാണിക്കും, മീറ്റർ റീഡിംഗ് ഒക്കെ കാണിക്കും. അത് ഉപയോഗിക്കാം. ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ടു ലെസൺ എന്ന് വെച്ചാൽ റെഡ്യൂസ് എന്നുള്ള മീനിങ് ആട്ടോ, കുറയ്ക്കുക. എക്സ്പോഷർ ടു മിനിമം, എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും പാലിക്കാന്ന്. ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് എന്തിനു വേണ്ടി? ടു ലെസൺ എന്ന് വെച്ചാൽ കുറയ്ക്കുക. എക്സ്പോഷർ ടു എ മിനിമം, ഒരു മിനിമം ആക്കിയിട്ട്. ഒരുപാട് റേഡിയേഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞ പല അപകടങ്ങളൊക്കെ സംഭവിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മിനിമം ആക്കുന്ന രീതിയിൽ, കുറയ്ക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്നവര്, അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാണ്ട്. റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്നവര് പേജ് നമ്പർ 61 ട്ടോ. അപ്പൊ റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, പേഷ്യൻസ് ഒക്കെ നമ്മുടെ ഡ്രസ്സും കൊണ്ട് പോയാൽ പോരാ അല്ലെ. റേഡിയേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ആ റേഡിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാകും അല്ലെ. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിക്കുകയും ചെയ്യണം. അടുത്ത നോക്കിയേ, ഇൻസ്റ്റോൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൺ ഹീറ്റ് സ്ട്രെസ് ആൻഡ് റിമൂവ് ഓഡേഴ്സ്, gases and vapors. Okay, next point, install air conditioning with AC വേണമെന്ന്. എയർ കണ്ടീഷൻസ്, എസിയും അതുപോലെ തന്നെ ജനറൽ വെന്റിലേഷൻ. പൊതുവായിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന വെന്റിലേഷൻ എന്ന് വെച്ചാൽ ഫ്രീ ആയിരിക്കണം അല്ലെ, നല്ല ക്ലീൻ ആയിട്ടുള്ള വെന്റിലേഷൻ ആയിരിക്കണം അങ്ങോട്ടേക്കുള്ളത്. നമ്മൾ അത് പഠിച്ചതാണ് വെന്റിലേഷന്റെ. അപ്പൊ അങ്ങനെ എന്താണ് എയർ കണ്ടീഷൻ, AC വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ. എസിയും പൊതുവായ വെന്റിലേഷനും ഉണ്ടായിരിക്കണം. അവിടെ ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട്. ചൂടൊന്നും അധികം പറ്റുമോ? ചൂടൊന്നും പറ്റില്ല അല്ലെ. ഹീറ്റ് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ആ വെന്റിലേഷൻ പറഞ്ഞേക്കണേ? ഓപ്പറേറ്റിംഗ് ടു ലെസൺ ഹീറ്റ് സ്ട്രെസ്. ആ ഹീറ്റ് ചൂട് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കാൻ. ആൻഡ് റിമൂവ്, അത് കൂടാതെ എന്താ റിമൂവ് ഓഡേഴ്സ്. ഓഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മെല്ല് അല്ലെ. സ്മെല്ല്, പല ഗ്യാസുകള്, വേപ്പേഴ്സ്, ഇതൊക്കെ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് AC സംവിധാനം വേണം. നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ AC ഇട്ടല്ലേ പോകുന്നേ. അപ്പൊ പുറമെയുള്ള വായുവായിട്ട് ഒരു ഇതൊന്നും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് വേറെ പുറമേ നിന്നുള്ള പൊടിയോ അഴുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമോ AC ഇട്ട് പോകുമ്പോഴ്? AC ഇടുമ്പോഴ് കിട്ടോ? കിട്ടോ? പോവാറില്ലേ AC ഒക്കെ ഇട്ട്? ഇല്ല അല്ലെ. അതാണ് പറയുന്നത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോഴും ഒരു AC സിസ്റ്റം വേണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ജനറൽ വെന്റിലേഷൻ വേണം. എന്തിനാ? ഈ പുറമേ നിന്നുള്ള ആ ഹീറ്റ് കുറയ്ക്കാനും പിന്നെ അതുപോലെ പുറമേ നിന്നുള്ള സ്മെല്ലോ അല്ലെങ്കിൽ ഗ്യാസുകളോ വേപ്പേഴ്സോ ഒക്കെ അങ്ങോട്ടേക്ക് വരാതിരിക്കാനും വേണ്ടി. ഇതെല്ലാം പോയിന്റ്സ് ആട്ടോ, പ്രത്യേകം അണ്ടർലൈൻ ചെയ്യുന്നില്ല. ഒന്ന് വായിച്ചു വെക്കുക അതൊക്കെ. അടുത്ത നോക്കിയ, nurses sensitive to natural rubber lattice must
use non-lattice or powder-free lattice gloves. ഇനി ചില നേഴ്സുമാർക്കൊക്കെ അവര് ഈ നാച്ചുറൽ റബ്ബറിനോട് സെൻസിറ്റീവ് ആയിരിക്കും. ചിലർക്ക് റബ്ബർ ഗ്ലൗസ് ഒക്കെ ഇല്ലേ, നമ്മള് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുമ്പോഴേ ആ ഗ്ലൗസ് റബ്ബറിനോട് ചിലർക്കൊക്കെ അലർജിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം അല്ലെ. അപ്പൊ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എന്താ നോൺ ലാറ്റക്സ് ആയിട്ടുള്ള അങ്ങനെ അല്ലാത്തത് അല്ലെങ്കിൽ പൗഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗ്ലൗസ് ഇടുമ്പോ ഗ്ലൗസിന്റെ ഉള്ളിൽ ഒരു പൊടി, നമ്മൾ കയ്യിൽ ഗ്ലൗസ് പുതിയ ഗ്ലൗസ് മേടിച്ചിടുമ്പോ ചിലപ്പോ ഒരു പൗഡർ ഇടാം. അതിനോട് ചിലവർക്ക് സെൻസിറ്റീവ് ആയിരിക്കും, അവർക്ക് വല്ല അലർജി ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള നേഴ്സുമാര് എന്താണ് നോൺ ലാറ്റസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാറ്റസ് ഗ്ലൗസുകൾ വേണം ധരിക്കാനായിട്ട്. എന്തിനു വേണ്ടിയാ? അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റസ് പ്രോഡക്റ്റ്. അതുകൂടാതെ അകത്ത് പറഞ്ഞ പ്രിവെന്റ് എന്നുള്ളതാട്ടോ, AVERT, വേർഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രൊഡക്റ്റ്. അതുപോലെ മറ്റുള്ള ലാറ്റക്സ് പശ കൊണ്ടുള്ള അല്ലെ, ലാറ്റക്സ് കൊണ്ടുള്ള അങ്ങനെയുള്ള ആ പ്രൊഡക്റ്റ് അതുമായിട്ടൊന്നും അധികം കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇതൊക്കെ ഓരോ പ്രിക്കോഷൻസ് ആണ്, പ്രിവെന്റീവ് മെഷേഴ്സ് പറയുന്നത്. അപ്പൊ റബ്ബറിനോട് നമുക്ക് നാച്ചുറൽ റബ്ബറിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യണം? നോൺ ലാറ്റക്സ് അല്ലെങ്കിൽ പൗഡർ ഫ്രീ ആയിട്ടുള്ള ഈ ഗ്ലൗസുകൾ ധരിക്കണം. പിന്നെ ലാറ്റക്സ് പ്രൊഡക്റ്റുമായിട്ട് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസുകൾ എന്ത് ചെയ്യണം? അവർ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെയുള്ളത് അല്ലാത്ത പൗഡർ ഫ്രീ ആയിട്ടുള്ള നമുക്ക് നോൺ ലാറ്റക്സ് ആയിട്ടുള്ള ഗ്ലൗസുകളൊക്കെ അവര് ഉപയോഗിക്കണം കേട്ടോ. അത് വേറൊന്നുമില്ല, ചിലർക്ക് റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ അല്ലെങ്കിൽ പൊടിയൊക്കെ കയ്യിലൊക്കെ വന്നു കഴിഞ്ഞാൽ അലർജിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് നെക്സ്റ്റ് ഫോളോ established and appropriate infection control precautions assuming blood, body fluids, etc. ഇവിടെ നോക്കി എന്താ പറഞ്ഞേക്കുന്ന, ബ്ലഡും ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സും ഒക്കെ ആയിട്ട് നമ്മൾ സമ്പർക്കം വരുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ നമ്മൾ എപ്പോഴും ബ്ലഡ് ഒക്കെ ആകാലോ, സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വരിക. അപ്പൊ അങ്ങനെയുള്ളവര് അങ്ങനെ വരുമ്പോഴെന്താ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അത് ഫോളോ ചെയ്യണം. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെ, അതിനൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. അങ്ങനെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രിക്കോഷൻസ്, അനുയോജ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ഫോളോ ചെയ്യണം. ബ്ലഡും ബോഡി ഫ്ലൂയിഡും ഒക്കെ അത് അസ്യൂം ചെയ്യാന്ന് വെച്ചാൽ അനുമാനിക്കുക, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് അനുമാനിച്ച് എന്താണ് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പ്രിക്കോഷൻസ് ഫോളോ ചെയ്യണം. Then next point നോക്കിയേ, wash hands and other exposed skin surface after coming into contact with the blood or body fluid. കണ്ടോ, വാഷ് ഹാൻഡ്സ്, കൈകൾ കഴുകണം. അതുപോലെ തന്നെ ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫസ്, എക്സ്പോസ് ചെയ്ത തുറന്നു വെച്ചിട്ട് ഇപ്പൊ എല്ലാവരും നമുക്ക് ഭാഗവും നമുക്ക് മൂടി വെക്കാൻ പറ്റില്ലോ, നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുന്ന അത് തുറന്നിരിക്കുന്ന ആ സ്കിൻ സർഫസുകള്, ഹാൻഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്. എന്താ ബ്ലഡ് ബോഡി ഫ്ലൂയിഡിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ കൈകളൊക്കെ നന്നായിട്ട് കഴുകണം. പിന്നെ അതുപോലെ തന്നെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന മറ്റുള്ള ബോഡി പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, സ്കിൻ സർഫസുകള്, കൈ, ഇതൊക്കെ നന്നായിട്ട് കഴുകണം. അതിൽ നിന്നൊരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അതിൽ നിന്ന് വേറെ ഇൻഫെക്ഷൻ ഒന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? പോയിന്റ്സുകള് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇതിങ്ങനെ പോയിന്റ്സിൽ ഏതൊക്കെയാണ് പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പോയിന്റ്സുകളൊക്കെ ഒന്ന് വായിച്ച് നിങ്ങൾ വെക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഫോർ ദ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഹെവി പേഷ്യൻസ്. ഇനി നല്ല ഹെവി ആയിട്ടുള്ള ഒരു 100 കിലോ 120 കിലോ 150 കിലോ ഒക്കെ ഉള്ള നല്ല ഭയങ്കര വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ ലിഫ്റ്റ് ചെയ്യാൻ, ഉയർത്താനായിട്ട് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഉപയോഗിക്കണം. പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ്.
Lifting aids for lifting and shift of heavy patients. 61 term. Shakila. 61. കാൽക്കുലേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. 61 പേജ് നമ്പർ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ഹെവി പേഷ്യൻസിനെ ഉയർത്താനായിട്ട് എന്ത് ചെയ്യണം? ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കണം. അതിനുള്ള ഉയർത്തുന്ന രീതിയിൽ കൺസൾട്ട് ആൻഡ് ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഓൺ ദ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഹെവി പേഷ്യൻസ്. പിന്നെ ഈ ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം? ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്. ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നവരാണ് ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഒക്യുപേഷനുമായിട്ട് അതായത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നവര്. അങ്ങനെ ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക, കൂടി ആലോചിച്ചിട്ട് വേണം നമ്മുടെ ഈ ഹെവി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ആലോചിച്ച് ചെയ്യണം. Then checking for anesthetic and oxygen gas leaking. ഇന്നൊരു കാര്യമുണ്ട്, അനസ്തേഷ്യ കൊടുക്കാൻ അനസ്തെറ്റിക് ഗ്യാസ് അല്ലെ ഓക്സിജൻ ഗ്യാസ് ഇതൊക്കെ ലീക്കേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. വലിയ അപകടങ്ങളൊക്കെ വരാം അല്ലെ, അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക. Then ലാസ്റ്റ് പോയിന്റ് എന്താ? കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. തീയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഫയർ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അത്രയാണ് നമ്മുടെ പ്രിവെന്റീവ് മെഷേഴ്സ് വരുന്നത്. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ കിട്ടൂല, എനിക്ക് ഓക്കെ അല്ലേ? പക്ഷെ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഷൂസുകൾ ധരിക്കണം നേഴ്സ്. പിന്നെ നമ്മള് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മള് ഹാൻഡിൽ നല്ല അതീവ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട്. പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം, വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യണം. പിന്നെ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് ഇൻസ്റ്റോൾ ചെയ്യണം. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇലക്ട്രിക് എക്യുപ്മെന്റ്സുമായിട്ട് പ്രശ്നം വരികയാണെങ്കിൽ ഇലക്ട്രീഷ്യനെ വിളിച്ച് വേഗം ടെസ്റ്റ് ചെയ്ത് അത് റിപ്പയർ ചെയ്യണം. റേഡിയേഷൻ ഡോസിമീറ്റർ ഉപയോഗിക്കണം. പിന്നെ ഇൻസ്റ്റോൾഡ് എ സി ഞാൻ ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പറയാം കേട്ടോ. അല്ലെങ്കിൽ മോളാ റെക്കോർഡ് ക്ലാസ് ഒന്ന് കേൾക്കണം, റെക്കോർഡ് ക്ലാസ് ഒന്ന് കേട്ട് നോക്കാട്ടോ. നമ്മളിപ്പോ ഇടയ്ക്കൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പൊ ആദ്യം തൊട്ട് ഇങ്ങനെ പറയാന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് നീങ്ങില്ല. അതുകൊണ്ടാണ്. ഗായത്രിയാണോ ചോദിച്ചത്? എന്നിട്ട് ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ നമ്മുടെ പോർഷൻസ് 2 പേജെങ്കിലും നമുക്ക് 2.25 പേജെങ്കിലും തീർത്താലാണ് നമുക്ക് വേഗം പോകുള്ളൂ. ഇനി എന്നിട്ട് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതാണെങ്കിലോ ഒക്കെ ഞാൻ പറഞ്ഞുതരും. ഇപ്പൊ 2ാമത്തെ ക്ലാസ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സെക്കൻഡ് ക്ലാസ് വരുമ്പോഴേ ഇതിപ്പോ എന്റെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് 1:30 ആവുമ്പോഴത്തേക്കും 1:30 to 2:30 വരെ 2:30 മറ്റേ മിസ് ജോയിൻ ചെയ്യാൻ അവിടെ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിന്റെ ഡോറിന് വാതിൽ നിൽക്കുമായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടില്ല. 2ാമത്തെ ക്ലാസ് ആണ് എന്തെങ്കിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് ഇരുന്ന് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ റേഡിയേഷൻ ഡോസിമീറ്റർ, റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാനായിട്ട് റേഡിയേഷൻ ഡോസിമീറ്റർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പിന്നെ AC ജനറൽ വെന്റിലേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ളത് ഉപയോഗിക്കണം. പിന്നെ റബ്ബർ പ്രൊഡക്റ്റ് അങ്ങനെയുള്ള ഗ്ലൗസുകളോടൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള നേഴ്സസ് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അനുയോജ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുക്കണം. പിന്നെ സ്കിന്നും അതുപോലെ തന്നെ ഹാൻഡ്സും ഒക്കെ നന്നായിട്ട് കഴുകണം. ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം. പിന്നെ ലിഫ്റ്റിംഗ് എയ്ഡ്സ്, വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ ഉയർത്താനായിട്ട് ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അനസ്തെറ്റിക് ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ് ലീക്കേജ് ഇതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ഫയർ കൊണ്ടുണ്ടാകുന്ന ഡേഞ്ചർ അല്ല അപകടങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം കണ്ടോ. അതായത് ഫയർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ പോയിന്റ്സുകള്? ഓക്കെ. അടുത്തത് പറയുന്നത് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമതലകൾ എന്തൊക്കെയാ, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്?
എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? ഓക്കെ, cardiac trolley with the defibrillators has to be readily available. എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? അതായത് എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി എക്യുപ്മെന്റ്സ് വേണം അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമതലകൾ എന്തൊക്കെയാണെന്നാണ്. കാർഡിയാക് ട്രോളി എന്ന് പറഞ്ഞാൽ എന്താ? കാർഡിയാക്കുമായിട്ട്, ഹൃദയ സംബന്ധമായിട്ട് അല്ലെ, ഹൃദയ സംബന്ധമായിട്ട് വരുന്ന, നമുക്ക് അങ്ങനെ ഹാർട്ടിന്റെ സർജറി കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഹൃദയ സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ അത് കൊണ്ടുപോകുന്ന ട്രോളിയാണ് കാർഡിയാക് ട്രോളി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, കാർഡിയാക്, ഹൃദയപരമായിട്ട് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന ട്രോളി. പിന്നെ ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ എന്തെങ്കിലും നമുക്ക് ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം അതൊക്കെ വരുവാണ് അല്ലെ, അങ്ങനെ സ്ട്രോക്ക് പോലെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ CPR കൊടുക്കും അവർക്ക് അല്ലെ, CPR. ഇനി CPR കൊടുത്തിട്ടും അവർക്ക് ബ്രീത്തിങ് ഒന്നും ശരിയാവണമെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കയ്യിൽ പിടിക്കുന്ന പോലെ സാധനം ഇങ്ങനെ നമ്മുടെ നെഞ്ചിന്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് ഒരു ചെറുക്ക് പോലെ നമുക്ക് ആ ബ്രീത്തിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഡിഫിബ്രിലേറ്റർ. ഇതൊക്കെ എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കണം. കാർഡിയാക് ട്രോളിയും ഡിഫിബ്രിലേറ്ററും ഒക്കെ അവിടെ എളുപ്പത്തിൽ ലഭ്യമായിരിക്കണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ? ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാരാണ് കേട്ടോ, സ്റ്റാഫ് ആണ് പേഴ്സണൽ. ആ സ്പെല്ലിംഗ് നോക്കിയേ, PERSONAL ആണ് പേഴ്സണൽ. ആരാണ്? എംപ്ലോയീസ് ആണ്, സ്റ്റാഫുകളാണ്. എല്ലാ സ്റ്റാഫുകളും ഓരോ എക്യുപ്മെന്റ്സും എവിടെയാ ഇരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മളോട് പറയാണ് ആ ഇൻസ്ട്രുമെന്റ് എടുത്ത് ആ എക്യുപ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ വരുമ്പോൾ അത് എവിടെയാണെന്ന് തപ്പി പിടിച്ചു വെക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത് നമുക്കറിയാൻ പാടില്ലേ? അപ്പൊ നമ്മളെ പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ ഓടിപ്പോയി അവിടെ നിന്ന് എടുത്താൽ മതി അല്ലെ. ഇത് അറിയില്ലെങ്കിൽ പിന്നെ നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോ സമയം പോകും അല്ലെ. എമർജൻസി എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണ് എല്ലാം അവിടത്തെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള എല്ലാ സ്റ്റാഫും എന്ത് ചെയ്യണം? എവിടേക്കാണ് ഈ എക്യുപ്മെന്റ്സ് വെച്ചിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയില്ലേ രണ്ടാമത്തെ പോയിന്റ്? നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ക്ലിയർ അല്ലേ? ആരും തമ്പ് കണ്ടില്ലല്ലോ. യെസ്. അടുത്ത നോക്കിയേ, സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ to be performed in connection with the emergency equipment checking of medicine which are expired and preventive maintenance of equipments. അതായത് നമുക്ക് ഈ എന്താ പറയാ, കാലഹരണ പെട്ടുപോയിട്ടുള്ള എക്യുപ്മെന്റ്സ്, എക്സ്പയർ എന്ന് വെച്ചാൽ എക്സ്പയർ കഴിഞ്ഞ് അല്ലെ, അതായത് കാലഹരണ പെട്ടുപോയിട്ടുള്ള മെഡിസിൻസ് അല്ലെ, മരുന്നുകള്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യണം. അതായത് പറഞ്ഞിരുന്നത് നമുക്ക് കാലഹരണം പെട്ടുപോയിട്ടുള്ള മരുന്നുകള് അതിന്റെയൊക്കെ, അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, ഇതെല്ലാം അവർക്ക് അതിനൊക്കെ ഒരു മെയിൻ്റനൻസ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ്, പ്രതിരോധ പണികളുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും പേഴ്സൺസും എന്താണ് അവരുടെ സ്പെസിഫിക് ഡ്യൂട്ടീസ് നിർവഹിക്കണം. അതായത് എക്സ്പയർഡ് കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ വെക്കാൻ പറ്റൂല അല്ലെ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും കേടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ അത് ഓരോ മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലോ ഒക്കെ നമ്മൾ എന്താണ് അതിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് അല്ലെ, അത് എന്താണ് ചീത്തയായി പോകാതിരിക്കാൻ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇതെല്ലാം എന്താണ് പെർഫോം ചെയ്യണം, നിർവഹിക്കണം. അത് ഓരോ പേഴ്സൺസിന്റെയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പേഴ്സൺസിന്റെയും ഒരു സ്പെസിഫിക് ഡ്യൂട്ടിയിൽ വരുന്നതാണ്. സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ബി പെർഫോംഡ്. അത് നമ്മുടെ സ്പെസിഫിക് ഡ്യൂട്ടി പെർഫോം ചെയ്യണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? കണക്ഷൻ വിത്ത് എമർജൻസി എക്യുപ്മെന്റ് ചെക്കിംഗ് ഓഫ് മെഡിസിൻ വിച്ച് ആർ എക്സ്പയർഡ്. എമർജൻസി എക്യുപ്മെന്റ്സ് ചെക്ക് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസ്, എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ്, ഇതെല്ലാം ആ എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇതെല്ലാം നോക്കണം.
ഇപ്പൊ 3 കാര്യങ്ങളാണ് കേട്ടോ എക്യുപ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. കാർഡിയാക് ട്രോളിയും ഡിഫിബ്രിലേറ്റർ ഒക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ എല്ലാ സ്റ്റാഫുകളും ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട എല്ലാവരും ഓരോ എക്യുപ്മെന്റ്സും വെച്ചിരിക്കുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ, ഓരോ വ്യക്തികളുടെ പ്രത്യേക ഡ്യൂട്ടികൾ പെർഫോം ചെയ്യണം. ഇനി അടുത്തതാണ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ്. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. ഓക്കെ, പറയാലോ. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത് ഒന്ന് നോക്കിയേ. സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ബി പെർഫോംഡ്. ഉണ്ടോ? അതായത് ഓരോ വ്യക്തികളിലും നിർദ്ദിഷ്ടമായിട്ടുള്ള ഡ്യൂട്ടീസ് ഇല്ലേ, അത് പെർഫോം ചെയ്യണം. പെർഫോം ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഇൻ കണക്ഷൻ വിത്ത് എമർജൻസി എക്യുപ്മെന്റ് ചെക്കിങ്. എമർജൻസി എക്യുപ്മെന്റ്സ് ചെക്ക് ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മൾ അത് എന്തെങ്കിലും കേടായിരിക്കുകയാണോ എന്ന് അറിയാമല്ലേ, പെട്ടെന്നായിരിക്കും ആവശ്യം വരുന്നത്. എമർജൻസി എക്യുപ്മെന്റ് ആണ്, എമർജൻസി സമയത്താണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പൊ ചെന്ന് നോക്കുമ്പോ അത് കേടായിരുന്നാ പറ്റുമോ? ചിലപ്പോ ആൾക്കാരുടെ ജീവൻ വരെ പോകാം. അത് ചെക്ക് ചെയ്യണം. അതൊരു ഡ്യൂട്ടിയാണ്. അതിന് നിർദ്ദിഷ്ടമായിട്ടുള്ള ആളുകളുടെ ഡ്യൂട്ടിയാണ് എമർജൻസി എക്യുപ്മെന്റ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ആൻഡ് ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് വിച്ച് ആർ എക്സ്പയർഡ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് വിച്ച് ആർ എക്സ്പയർഡ്. അതായത് എക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ കാലഹരണ പെട്ടുപോയി, എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇല്ല, അതൊക്കെ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടോ അത് ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മള് ഫാർമസിയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും മെഡിസിൻസ് സ്റ്റോർ ചെയ്യണം, സ്റ്റോക്ക് ആയിരിക്കണം. അത് എക്സ്പയറി കഴിഞ്ഞിട്ട് അവിടെ വെക്കാൻ പാടില്ല. അത് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ എന്താണ്? അതിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, പ്രതിരോധ നടപടികള്, മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഇല്ലേ. എക്യുപ്മെന്റ്സ് ചീത്തയാവാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യൂലേ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് അതിന്റെ ആ സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉള്ള ഓരോ വ്യക്തികളും അത് കറക്റ്റ് ആയിട്ട് തന്നെ നിർവഹിക്കണം. ക്ലിയർ ആയോ? അപ്പൊ ഓക്കെ ആണോ? ചോദിച്ചാണ്. ഓക്കെ, ഇനി നോക്കിയേ നെക്സ്റ്റ് എന്താ? അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഇനി അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റലിലെ ഭരണം അല്ലെ. അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിന് ഉൾപ്പെടുന്ന? സ്റ്റാൻഡേർഡ് പോളിസി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് ഉള്ള സ്റ്റാൻഡേർഡ് പോളിസികളിൽ ഉൾപ്പെടുന്ന, അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ്. അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട? സ്റ്റാൻഡേർഡ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് നോക്കിയേ, മെത്തേഡ് ഓഫ് പേഷ്യൻസ് ഐഡന്റിഫിക്കേഷൻ. പേഷ്യൻസിന്റെ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് വേണം. കണ്ടോ? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് അല്ലെ. പേഷ്യൻസ് ഒന്നും മാറിപ്പോകാൻ പാടില്ല അല്ലെ. സർജറിക്ക് പറഞ്ഞ പേഷ്യൻസ് വേറെ പേഷ്യൻസ് ആയിട്ടൊന്നും മാറിപ്പോകാൻ പാടില്ല. പേഷ്യൻസിന്റെ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് ഏതാണ്? ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് എങ്ങനെയാ? നെയിം ടാഗ് അല്ലെ. പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ നമ്മള് പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിനുള്ള നമുക്ക് രീതികളാണ്. ID കാർഡ് ഇല്ലേ, പേഷ്യൻസിന്റെ നെയിം ടാഗ് അല്ലെ, ഓരോരുത്തരുടെ പേര്, കാര്യങ്ങള്, ടാഗിങ് ഹാൻഡ്, ശരിയാണ്, ബാഡ്ജ്, നെയിം ടാഗ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കേട്ടോ. മെത്തേഡ് ഓഫ് പേഷ്യൻസ് ഐഡന്റിഫിക്കേഷൻ, ID കാർഡ് അല്ലെങ്കിൽ നെയിം ടാഗ്, ഇതൊക്കെ. പേഷ്യന്റ് ടാഗ്. ഓക്കെ, ശരി. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നോക്കിയേ, റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. അതായത് റീസ്ട്രെയിനിങ് എന്ന് വെച്ചാൽ അത് നിയന്ത്രിക്കുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. അതായത് പേഷ്യൻസിന്റെ മൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. നമുക്ക് ഇഷ്ട സമയത്ത് ഇങ്ങനെ ചുമ്മാ തോന്നിയാലും ഒന്നും പറഞ്ഞു നടക്കാൻ പാടില്ല. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് നമ്മൾ നിയന്ത്രിക്കണം. അടുത്തത് പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. എന്താണ്? പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് നിയന്ത്രിക്കണം.
അവരൊക്കെ മൂവ്മെന്റ്സ്, അതായത് മൂവ്മെന്റ് സമയത്തും കണ്ടോ, ഡ്യൂറിങ് മൂവ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അതായത് എന്ന് വെച്ചാൽ മൂവ്മെന്റ് സമയത്തും അവരെ ഒരു നിയന്ത്രിക്കണം. അതായത് ആ ഓപ്പറേഷൻ തിയേറ്ററിലെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന്റെ കൺട്രോളിലായിരിക്കണം അവര് നടക്കുന്ന എന്താ പറയാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവര് പറയുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ തോന്നിയ രീതിക്കൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. അവർക്കുടെ മൂവ്മെന്റ് സമയത്ത് പേഷ്യൻസിനെ നിയന്ത്രിക്കണം, അവരൊന്ന് കൺട്രോൾ ചെയ്യണം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മൂവ്മെന്റ് സമയത്ത് പേഷ്യൻസിന്റെ നിയന്ത്രണം, പേഷ്യൻസിനെ എന്താ പറയാ ഒന്ന് കൺട്രോൾ ചെയ്യാം. നമ്മള് എപ്പോഴും എന്താ പറയാ സ്റ്റാഫിന്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം പേഷ്യൻസ്. ഓക്കെ അല്ലേ? സ്റ്റാഫിന്റെ കൺട്രോളിൽ തന്നെ, സ്റ്റാഫിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. റീസ്ട്രെയിനിങ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുക എന്നുള്ളൊരു മീനിങ് ആട്ടോ. നിയന്ത്രിക്കുക, പേഷ്യൻസിനെ നിയന്ത്രിക്കണം എപ്പോഴും ഡ്യൂറിങ് മൂവ്മെന്റ് സമയത്ത്. അല്ലെങ്കിൽ അവരെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. Then protection of മൂന്നാമത്തെ പോയിന്റ്, protection of patient on operating table while turning or transferring. ഇനി അടുത്തത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ പറയില്ലേ ഉയർത്താനും ചിരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ്. അവിടെ ആ ഓപ്പറേറ്റിംഗ് ടേബിളില് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അത് നമ്മൾ നോക്കണം. വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ്, പേഷ്യൻസിനെ തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഒക്കെ ആ ഓപ്പറേറ്റിംഗ് ടേബിളില് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ. ലാസ്റ്റ് നോക്കിയേ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ, ഇൻഫെക്ഷനെ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ വരാവുന്ന ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾസ്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പോളിസികള് അഡ്മിനിസ്ട്രേഷനിൽ വേണം. അങ്ങനെയുള്ള ഒരു പ്രോട്ടോകോൾ വേണം. എന്തിനാ? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, ഇൻഫെക്ഷനെ തടയാനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾസ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തണം. അതിന്റെ അപ്പൊ പേഷ്യൻസിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള രീതികളൊക്കെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. പേഷ്യൻസിന്റെ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിന്റെ നിയന്ത്രിക്കുക, പിന്നെ ഈ ഓപ്പറേറ്റിംഗ് ടേബിളിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ, പിന്നെ അടുത്തത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സംരക്ഷണത്തിലുള്ള സ്റ്റാൻഡേർഡ് പോളിസികൾ, പ്രോട്ടോകോൾസ് ഈ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് ഇതിനു വേണ്ടി പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അടുത്ത് നോക്കി, ഇൻ റിക്കവറി റൂം. നമ്മൾ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ റിക്കവറി റൂമിലേക്ക്, ഒബ്സർവേഷൻ റൂം ഒക്കെ അല്ലെ, അങ്ങോട്ടേക്ക് മാറ്റും. അവിടെ എന്തൊക്കെയാ നമ്മൾ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നത്? റിക്കവറി റൂമില് പേഷ്യന്റ് ഒബ്സർവേഷൻ. അപ്പൊ അതിനകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ പോയിന്റ്സുകളൊക്കെ, അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. റിക്കവറി റൂം, ഇനി റിക്കവറി റൂമിൽ എന്താണ്? പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവരി 15 minutes. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴാ? ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞു, പിന്നെ പിറ്റേ ദിവസം പോയി നോക്കിയാൽ മതിയോ? എപ്പോഴാ അവരെ ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞേ? പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവരി 15 minutes. ഓരോ 15 മിനിറ്റിലും. നിങ്ങൾ ആരെങ്കിലും ഒക്കെ സർജറി കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് അല്ലെ 15 മിനിറ്റ് കുടുംബത്തിലേക്ക് അവർ വന്നൊന്ന് നോക്കും, ഓക്കെ ആണോ, കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ, പിന്നെ കുറച്ചു നേരം പിന്നെയും വരും അല്ലെ. അല്ലാതെ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ റൂമിലേക്ക് മാറ്റുമ്പോഴല്ല അവർ വരുന്നത്. ഓരോ 15 മിനിറ്റിലും ഒബ്സർവ് ചെയ്യുന്നു. ആഫ്റ്റർ ദ സർജറി ഇൻക്ലൂഡിങ് കണ്ടോ, സർജറിക്ക് ശേഷം ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റുന്ന പേഷ്യൻസിനെ ഓരോ 15 മിനിറ്റിലും എന്ത് ചെയ്യുന്നു? അവര് ഒബ്സർവ് ചെയ്യും. ക്ലിയർ ആയോ? 15 മിനിറ്റ്സ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നോക്കിയേ, ഇസ് ഇൻക്ലൂഡ്. അപ്പൊ അവരെന്തൊക്കെയാ നോക്കുന്നത്? വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് ഇടയ്ക്ക് വന്ന് ടെമ്പറേച്ചർ നോക്കും അല്ലെ, BP, ബ്ലഡ് പ്രഷർ നോക്കും,
പൾസ് നോക്കും, ഇങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കൂലേ, എന്തെങ്കിലും പനിയോ. ചിലർക്കൊക്കെ ഈ പറഞ്ഞ പോലെ സർജറി കഴിയുമ്പോ ആ ഒരു ഇതിന്റെ ഒരു വിറയില് ചെറിയൊരു കോൾഡ് അല്ലെ, ഒരു പനിയൊക്കെ പോലെ വരാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർ ഒന്ന് ടെമ്പറേച്ചർ നോക്കും, പനി എന്തെങ്കിലും ഉണ്ടോ, സർജറി ബ്ലഡ് ഷുഗർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെ, അതൊക്കെയാണ് വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കും. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് നമ്മൾ കോൺഷ്യസ് ആണോ അല്ലെ, നമുക്ക് ബോധാവസ്ഥയിലാണോ, അതിന്റെ ഒരു ലെവൽ നോക്കും. ബ്ലീഡിങ്, ഇനി ചിലർക്ക് സർജറി ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോ എന്താ പറയാ ബ്ലീഡിങ് വരാം. അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ, മുറിവ് നിന്ന് വല്ല ബ്ലീഡിങ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ഇതൊക്കെ റിക്കവറി റൂമിൽ ചെയ്യുന്ന കാര്യം കേട്ടോ. റിക്കവറി റൂമില് പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇനി അടുത്ത അപ്പൊ ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഇനി നെക്സ്റ്റ് നോക്കി രണ്ടാമത്തെ, ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. എല്ലാ എക്യുപ്മെന്റ്സും കേട്ടോ, ഡിമാൻഡ് അനുസരിച്ച് എല്ലാ എക്യുപ്മെന്റ്സും റെഡി ആയിരിക്കണം. ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്താണ് ആ റിക്കവറി റൂമില് എല്ലാ എക്യുപ്മെന്റ്സും റെഡി ആയിരിക്കണം. അടുത്ത നോക്കിയ റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. കണ്ടോ, ഇനി എല്ലാവർക്കും ഒബ്സർവേഷൻ റൂമിലേക്ക് കയറാൻ പറ്റുമോ? നമ്മൾ കയറ്റി വിടോ? നമ്മുടെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇടയ്ക്ക് പോയി കാണാം. ഇതെന്താ റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ, നിയന്ത്രണം. ആർക്കടെ നിയന്ത്രണം? വിസിറ്റേഴ്സ് അല്ലേ, വിസിറ്റേഴ്സിന്റെ നിയന്ത്രണം, വിസിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്തേക്കുവാണ്. എന്തുകൊണ്ടൊക്കെ വന്ന ആൾക്ക് വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ ആ പേഷ്യന്റിലേക്ക് വരൂലേ അല്ലെ. പ്രിവെന്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെ തടയാൻ വേണ്ടിയിട്ട് വിസിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇത്രയും റിക്കവറി റൂമില് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന. ക്ലിയർ അല്ലേ? നോക്കിയ പോയിന്റ്സുകള് ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം നമുക്ക് റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്. ഇതിനകത്തെ നമുക്ക് രണ്ട് രീതിയിൽ ഇങ്ങനെയുള്ള ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ട് റെസ്പോൺസിബിലിറ്റി ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാം. വേറൊന്നുമില്ല, വൈകാട്ട് ചെയ്യണ്ട. നിങ്ങളിത് വായിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം, ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അത് ഓരോന്നും വാങ്ങിക്കുമ്പോ അത് ഇന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബൈഹാർട്ട് ചെയ്യണ്ട, എല്ലാവരും ഇങ്ങനെയുള്ള കോൺസെപ്റ്റുള്ള ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാട്ടോ. ഓൾ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെക്രട്ടേറിയൽ സപ്പോർട്ട് ടു ദ ഓപ്പറേറ്റിംഗ് റൂം മാനേജ്മെന്റ് ടീം, എൻഷുറിംഗ് സ്മൂത്ത് ഓപ്പറേഷൻ വിത്ത് ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേഷൻ തിയേറ്ററിലെ എല്ലാ പ്രവർത്തനവും സ്മൂത്ത് ആക്കാനൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഏത് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. നമുക്ക് ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാ ചെയ്യുന്നത്, അദ്ദേഹം എന്താ ചെയ്യേണ്ടത് നോക്കിയേ. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് keep the department running smoothly and effectively. സ്മൂത്ത് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് എഫക്റ്റീവ്ലി ഫലപ്രദമായിട്ട് അല്ലെ by greeting and welcoming patients. അവരെ ഗ്രീറ്റ് ചെയ്ത് വെൽക്കം ചെയ്തുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് കൊണ്ട് കീപ്പ് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ആർക്കുടെ റെസ്പോൺസിബിലിറ്റിയാ? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. കണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് അത് ചോദിക്കാം കേട്ടോ. ഇത് തന്നിട്ട് is the responsibility of dash. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ആർക്കടെയാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലെ ഓപ്പറേഷൻ ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ടും ഫലപ്രദമായിട്ടും കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുക. അതുപോലെ എല്ലാ പേഷ്യൻസിനെയും ഗ്രീറ്റ് ചെയ്യുക, വെൽക്കം ചെയ്യുക. അടുത്ത് നോക്കി രണ്ടാമത്തെ, ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. കേട്ടോ, ഇനി ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, എന്തെങ്കിലും സംശയങ്ങള്, ക്ലിയർ ഡൗട്ട്സുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ക്വസ്റ്റ്യൻസിനുള്ള മറുപടി കൊടുക്കണം. ആൻസറിങ് ക്വസ്റ്റ്യൻസ്, അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അറിയില്ലാത്ത കാര്യം എന്തെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അല്ലെ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കണം. അതുപോലെ അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുകയും വേണം.
രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റിൽ അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചു. Keep the department running smoothly and effectively. Who keep the department running smoothly and effectively by greeting and welcoming patients. അങ്ങനെ ചോദിക്കാം. ആരാണ് who keeps? ആരാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. രണ്ടാമത്തെ എന്താ പറഞ്ഞേ? എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം. മൂന്നാമത്തെ നോക്കിയേ, these workers operate office equipments. Then that includes voicemail and phone system, machines, copiers. Copiers എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യണത് ഒരു മെഷീൻ ആണ് കേട്ടോ. കോപ്പി ചെയ്യാണ്, കോപ്പി ചെയ്യുന്നതിനുള്ള അതിന്റെ കോപ്പി എടുക്കുന്നതിനുള്ള ഒരു മെഷീൻ. And the scanners, and also maintain and organize departmental support. Keep organization, departmental support. എന്താ പറഞ്ഞേക്കണേ? These workers operate office equipment. ഇതിന് ഓഫീസിലെ എക്യുപ്മെന്റ്സുകളൊക്കെ അല്ലെ, ദാറ്റ് ഇൻക്ലൂഡ് ഏതൊക്കെയാ ഓഫീസിലെ എക്യുപ്മെന്റ്സ്? അതിനകത്തുള്ള വോയിസ് മെയില്, ഓഫീസിലേക്ക് വരുന്ന ഫോൺ സിസ്റ്റം, അവിടുത്തെ മെഷീൻസ്, കോപ്പിയേഴ്സ്, കോപ്പി ചെയ്യുന്നതിനുള്ള യന്ത്രം, സ്കാനേഴ്സ്, ഇതെല്ലാം എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഏതാ മോളെ? രണ്ടാമത്തെ പോയിന്റിലാണ് പറഞ്ഞേ. നമുക്ക് നോക്കട്ടെ. നോക്കിയേ, അപ്പൊ എന്താ പറയാ, ഇതെല്ലാ കാര്യങ്ങളും എന്താണ്? തേർഡ് പോയിന്റ് സപ്ലൈസ്. അത് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സപ്ലൈകൾ, ഓരോ കാര്യങ്ങളും ഇതെല്ലാം എന്ത് ചെയ്യണം? അവര് അത് മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. അതായത് കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം? അത് ആ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. എല്ലാ ഡിപ്പാർട്ട്മെന്റൽ സപ്ലൈകള് ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യണം, സംഘടിപ്പിക്കണം, കറക്റ്റ് ആയിട്ട് ചെയ്യണം. അടുത്ത നോക്കിയേ, അക്സെപ്റ്റ് ആൻഡ് റൂട്ട് മെസ്സേജ്. ഞാൻ സപ്പോർട്ട് എന്നാണ് പറഞ്ഞേ. സോറി കേട്ടോ, സപ്ലൈ ആണ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റൽ സപ്ലൈ കേട്ടോ, ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റൽ സപ്ലൈ. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള സപ്ലൈ സോഴ്സുകൾ എന്തൊക്കെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കിയേ, ദേ accept and route message and transfer correspondence verbally or through the right form. കണ്ടോ, കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ. they accept, അവർ അക്സെപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സ്വീകരിക്കുക. ആൻഡ് റൂട്ട് മെസ്സേജ്, അത് അതിനുള്ള ഒരു മെസ്സേജ് നമ്മൾ അയക്കാനുള്ള ഒരു മാർഗം. ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ്, ഈ കത്തിടപാടുകൾ കാര്യങ്ങൾ വെർബലി ആയിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിലുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയും അത് കറക്റ്റ് ആയിട്ട് മെസ്സേജുകളൊക്കെ എന്ത് ചെയ്യുക? കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. അടുത്ത പോയിന്റ് നോക്കിയേ, അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻ ടു ദ ലാബ്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടി വരുന്നത് എന്താണ്? ടേക്കിംഗ് സ്പെസിമെൻ ടു ലാബ്, ലാബിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിമെൻസുകള് അല്ലെ, ആ സ്പെസിമെൻസ് സാമ്പിളുകള്. സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിളുകള് എടുക്കുക. ഹെൽപ്പ് ഇൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ, സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്. അതായത് ബെഡ് സ്റ്റാറ്റസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിലൂടെ ഡിപ്പാർട്ട്മെന്റിനെ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ് കണ്ടോ, ഹെൽപ്പ് ഇൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ്. ആ ഷെഡ്യൂളിംഗ്, ഓരോ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ഷെഡ്യൂൾ ചെയ്യണം. സ്പെസിമെൻ എന്ന് പറഞ്ഞ സാമ്പിള്. ഇപ്പൊ ബ്ലഡ് ഒരു സാമ്പിളാണ് ടെസ്റ്റിന് എടുക്കുന്നത്, യൂറിൻ ഒരു സാമ്പിളാണ് അല്ലെ, സാമ്പിളുകളാണ്. ടേക്കിംഗ് സാമ്പിൾസ് എടുക്കുക, അതായത് ലാബിലേക്കുള്ള സാമ്പിളുകള് അതൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുക. ഹെൽപ്പ് ഇൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ, ഓരോ കാര്യങ്ങളും ടൈം അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാനുള്ള അങ്ങനെയുള്ള പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യുക. സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യാം ത്രൂ ഏതിനാണ്? അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഡിപ്പാർട്ട്മെന്റിനെ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക.
അടുത്ത സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, മെയിൻറ്റൈനിങ് ക്ലീൻനെസ് ആൻഡ് ഓർഡർനെസ് ലൈക്ക് ക്ലീനിങ് സ്റ്റേഷൻസ്. ക്ലീൻനെസ് അതായത് വൃത്തിയും ശുചിത്വം ഒക്കെ പാലിക്കാന്ന്. അതായത് അവിടെയൊക്കെ ഓപ്പറേറ്റിംഗ് റൂം, അവിടെ അതിന്റെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ എപ്പോഴും നല്ലൊരു വൃത്തിയായിട്ടിരിക്കണം. നമ്മള് പറഞ്ഞില്ലേ, ക്ലീൻനെസ്, ഓർഡർലിനെസ്, ചിട്ട, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഓർഡർ ആയിട്ടൊക്കെ കീപ്പ് ചെയ്യണം. ഇതെല്ലാം ക്ലീൻനെസ്സും ഓർഡർലിനെസ് എല്ലാം ഓർഡർ ആക്കി വെക്കണം. അങ്ങനെയുള്ളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ലൈക്ക് ഏതുപോലെ ക്ലീനിങ് നീഡ് സ്റ്റേഷൻ, നീഡ് സ്റ്റേഷനൊക്കെ ക്ലീനിങ്, അതൊക്കെ ക്ലീനിങ് പോലെ എല്ലാവരും കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ടും ചിട്ടയോടുകൂടി പരിപാലിക്കണം. മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ പരിപാലിക്കുക. ലാസ്റ്റ് പോയിന്റ് നോക്കി, എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് മേ ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ within the operating room department. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Who is responsible for managing and training new clerical within the operating room department? എന്താ പറഞ്ഞേക്കുന്നത്? ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ സ്റ്റാഫ്സുകൾ. ഈ നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത്. ഫോർ മാനേജ് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യിക്കുക. ന്യൂ ക്ലറിക്കൽ സ്റ്റാഫ്, പുതിയ ക്ലറിക്കൽ സ്റ്റാഫുകളില്ലേ, അവരെ മാനേജ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. വിത്തിൻ എന്തിനുള്ളില്? ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളില് അവിടുത്തെ ന്യൂ ക്ലറിക്കൽ സ്റ്റാഫ്, അവരെ ട്രെയിൻ, അവർക്ക് വേണ്ട പരിശീലനങ്ങള്, ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ അവരെ കൈകാര്യം ചെയ്യുക. ഇത്രയും പോയിന്റ്സുകളാണ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് കേട്ടോ. പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കുക രണ്ട് രീതിയില്. അതിനകത്ത് ആദ്യത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. അതിന് രണ്ടെണ്ണം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ, ലാസ്റ്റ് സെന്റൻസ് പോയിന്റിൽ പറഞ്ഞില്ലേ, അങ്ങനെ ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചാൽ അവിടെ അതൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. ആരാണ് ആർക്കുള്ള ഉത്തരവാദിത്തം? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. അവിടെ ഉണ്ട്, നമുക്കറിയാം. ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. അതുപോലെ ഫസ്റ്റ് പോയിന്റിൽ അതെ, ഹു കീപ്സ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിങ് സ്മൂത്ത്ലി അല്ലെ ആൻഡ് എഫക്റ്റീവ്ലി ബൈ ടീച്ചിങ് ആൻഡ് വെൽക്കമിങ് പേഷ്യന്റ്. അങ്ങനെ അത് രണ്ടും നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടിന്റെ ആൻസർ ചെയ്ത ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. അത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇതോടുകൂടി ഞാൻ എടുക്കുന്ന 3 ചാപ്റ്റർ ആയിരുന്നു എനിക്ക് തന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളില് അത് തീർന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളില് 3 ചാപ്റ്റർ. ഫ്രണ്ട് ഓഫീസ് എടുത്തു. ഏതൊക്കെ ചാപ്റ്റർ എന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ. ഇവിടെ എല്ലാ ദിവസവും കേരള ആൾക്കാര് ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ എടുത്തത്? ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ എടുത്തത്? 3 ചാപ്റ്റർ. ഓക്കെ, വെരി ഗുഡ്. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെ മൂന്നാമത്തെ ചാപ്റ്റർ. ഫ്രണ്ട് ഓഫീസ് മൂന്നാമത്തെ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഈ 3 ചാപ്റ്റർ ആണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഈ ഫസ്റ്റ് പേപ്പറിൽ ഞാൻ എടുക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ്. സെക്കൻഡ് മൊഡ്യൂളില് നമുക്ക് അവിടെ 5ാമത്തെ ചാപ്റ്റർ കേട്ടോ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത്. CSST ആണ്. എളുപ്പമുള്ള ചാപ്റ്റർ ഒക്കെ ആദ്യം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ. CSST, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഞാനൊന്ന് ഷെയർ ചെയ്തിടാം, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഷെയർ ചെയ്തേക്കട്ടെ. കേട്ടിട്ടുണ്ടോ CSST എന്നുള്ളൊരു ഇത്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കുറെ പേരൊക്കെ ഇവിടെ കമ്പിട്ടിട്ടുണ്ട്. CSST അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എന്താ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ? എക്സ്പാൻഡ് CSST. അതൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് CSST. CSST എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് നിങ്ങൾ പഠിച്ചില്ലേ? അതിൽ പഠിച്ചില്ലേ CSST?
എന്താണ് CSST ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിച്ചു അല്ലെ? എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യൂര്? ഈ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റെറിലൈസ് ചെയ്യൂലേ? സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസ് ചെയ്യും, അതായത് അത് അണുവിമുക്തമാക്കും. അത് ഡീറ്റെയിൽ പഠിക്കാണ്ട് കേട്ടോ. അവിടുത്തെ ഓരോ ഏരിയകള്, ഇവിടുത്തെ പ്രവർത്തനങ്ങള് ഇതൊക്കെ പഠിക്കാണ്ട് നമുക്ക്. മെത്തേഡുകളൊക്കെ പഠിക്കേണ്ട ഡീറ്റെയിൽ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ തന്നെ പറഞ്ഞു അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സിസേഴ്സ്, അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ ഓരോ സർജറി കഴിയുമ്പോഴത്തേക്ക് ചീത്തയാവില്ലേ? അതെന്ത് ചെയ്യും? അത് നേരെ CSSTയിലേക്ക് കൊടുക്കും. അവിടെ അതെന്ത് ചെയ്യും? അവരത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. അല്ലാതെ ഓരോ ആളുകൾക്ക് സർജറി ചെയ്യുമ്പോൾ പുതിയത് എടുക്കാൻ പറ്റുമോ? നമുക്ക് എടുക്കാൻ പറ്റൂല അല്ലെ? എന്ത് ചെയ്യുന്നു? പഴയത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി നമ്മൾ ഉപയോഗിക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് CSST എന്ന് പറയുന്നത്? ഇസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് സ്റ്റെറിലൈസ് ആൻഡ് സപ്ലൈസ് എക്യുപ്മെന്റ് ഫോർ ദ സേഫ്റ്റി ഓഫ് പേഷ്യന്റ്. എന്തിനു വേണ്ടി ഇത് ചെയ്യണം? ഇങ്ങനെ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? പേഷ്യൻസിന് സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ? ഇപ്പൊ വേറെ ആൾക്ക് സർജറി ചെയ്ത അതേ ഇൻസ്ട്രുമെന്റ്സ്, അപ്പൊ അതിനകത്ത് ചിലപ്പോ എന്തെങ്കിലും മൈക്രോബ്സ് ഒക്കെ ഉണ്ടാക്കാം, സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാക്കാം. അത് വെച്ചിട്ട് തന്നെ എനിക്കും അത് തന്നെ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? ഇത് ഇൻഫെക്ഷൻ വരും അല്ലേ? ഇൻഫെക്ഷൻ എനിക്ക് വരും. അയാളിൽ നിന്നുള്ള എന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വരും. അപ്പൊ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക, പേഷ്യന്റിന്റെ സേഫ്റ്റി, രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനം. പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST. കിട്ടിയില്ലേ? ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഇൻട്രൊഡക്ഷൻ. അപ്പൊ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. CSST ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, it is necessary to make sure that proper disinfection of surgical equipment is done. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച്, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് നമുക്കത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്ത്? നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്ഷൻ നടത്തുക. ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുനശീകരണം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമ്മൾ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസിൻഫെക്ഷൻ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിയതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് അല്ലേ? If the instruments are microbially tainted എന്ന് പറഞ്ഞ contaminated എന്നുള്ള മീനിങ് ആട്ടോ. മലിനമാകുക. എന്താണ് taint എന്ന് പറയുന്നത്? contaminated or taint. വേറൊരു വേർഡാണ് അവിടെ. കണ്ടാമിനേഷൻ എന്നുള്ളതിന്റെ വേറെ വേർഡാണ് എഴുതിയേക്കുന്നത്. taint എന്നുള്ളത് എന്താണ് മീനിങ്? മലിനമാകുക. നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് പറ്റും? ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് എ ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. സർജിക്കൽ വൂണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മുറിവ്. സർജറി ചെയ്യുമ്പോഴുള്ള മുറിവില്ലേ? അതാണ് ആ മുറിവ്. വൂണ്ട്, WOUND, വൂണ്ട് എന്ന് പറഞ്ഞാൽ മുറിവാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ മലിനമാണെങ്കിൽ എന്ത് പറ്റും? പിന്നീടുള്ള മലിനമാകുന്ന സാധ്യത അല്ലെ? ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ, പിന്നീടുള്ള മലിനമാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൂടാതെ എന്താ? ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. ആ സർജറി ചെയ്യുന്ന വൂണ്ടിൽ കൂടെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ വരും അല്ലെ? ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള സിസർ അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്തതാണെങ്കിൽ അതിൽ വല്ല ഇൻഫെക്ഷൻ സാധനങ്ങളുണ്ട്, ഒരു ബാക്ടീരിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ ആ മുറിവ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ആ മുറിവിൽ കൂടെ പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറൂലേ അല്ലെ? നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ പറ്റി പെട്ടെന്ന് ഇൻഫെക്ഷൻ വരൂലേ? മുറിവിൽ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ തുറന്നിരിക്കുകയല്ലേ അല്ലെ?
തുറന്നിരിക്കുകയാണ്. അതിൽ കൂടെയൊക്കെ ഇൻഫെക്ഷൻ എന്താ പറയാ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സ്റ്റെറിലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ആ വൂണ്ടിൽ കൂടെ തന്നെ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് മലിനമാണെങ്കിൽ ആ വൂണ്ടിൽ കൂടെ തന്നെ, ആ സർജിക്കൽ വൂണ്ട്, ആ സർജറിക്ക് മുറിവിൽ കൂടെ തന്നെ പിന്നീടുള്ള മലിനീകരണ സാധ്യത, ഇൻഫെക്ഷന്റെ സാധ്യത വർദ്ധിക്കുന്നു. As the result, അതിന്റെ ഫലമായിട്ട് appropriate sterilization of surgical instrument is suggested. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ എന്ത് സജസ്റ്റ് ചെയ്തു? appropriate എന്ന് വെച്ചാൽ അനുയോജ്യമായിട്ടുള്ള sterilization of surgical instrument. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ appropriate അനുയോജ്യമായിട്ടുള്ള sterilization അംഗീകരിച്ചു. എന്താ? As one of the basic and accepted measures against surgical site infection. ശസ്ത്രക്രിയ സൈറ്റിലെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എതിരായിട്ട് അങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അതിനെതിരെയായിട്ടുള്ള ഇൻഫെക്ഷന്റെ എതിരെയായിട്ടുള്ള അടിസ്ഥാനവും അംഗീകൃതവുമായിട്ടുള്ള നടപടികളിൽ ഒന്നായി എന്ത് ചെയ്തു? സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്. കണ്ടോ? അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തു. ലാസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? അത് ബാക്കിന്നൊന്ന് നോക്കിയേ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട്, അങ്ങനെ വരാതിരിക്കാൻ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട് അടിസ്ഥാനം, ബേസിക് എന്ന് പറഞ്ഞ അടിസ്ഥാനവും അക്സെപ്റ്റഡ് മെഷർ അംഗീകൃതവുമായിട്ടുള്ള സർജിക്കൽ സൈറ്റ് എന്നാണ് കേട്ടോ. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ ഒന്ന് നോക്കി. കണ്ടോ? സൈറ്റ് ആണ്, SITE, സൈറ്റ് എന്നാണ് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്തു. സൈറ്റ് എന്നാണ്, SITE, SSI. ഇതും എക്സ്പാൻഡഡ് ഫോം ആയിട്ട് നമുക്ക് ചോദിക്കാം. ചിലരുടെ സേഫ് എന്നാണെന്നാണ് കേട്ടോ ഇവിടെ കണ്ടത്. സേഫ് അല്ല കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണ് കേട്ടോ. അതൊന്ന് നോക്കിയേ. അപ്പൊ അത് തെറ്റുള്ളവരൊന്ന് അവിടെ ഒന്ന് വെട്ടി എഴുതിയാൽ മതി കേട്ടോ. സൈറ്റ് എന്നാക്കാം, SITE. ഓക്കെ അല്ലേ? ചെയ്തില്ല എല്ലാവരും? അപ്പോ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? അങ്ങനെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അതിനെതിരായിട്ടുള്ള അടിസ്ഥാനവും അംഗീകൃതവുമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അനുയോജ്യമായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അതിനകത്ത് അപ്പൊ ഇതിനകത്ത് നമുക്ക് ചോദിക്കാം കേട്ടോ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രോപ്പറായിട്ട് ഇതൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് തരുന്നത്? അപ്പൊ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരുമ്പോ അറിയാം, CSSD ആണ് കേട്ടോ, CSSD ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇവിടെ കാർഡ് കൊടുത്തിട്ടുണ്ട്, വാട്ട് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് CSSD? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ CSSD എന്ന് പറഞ്ഞാൽ? The CSSD consists of those services within the hospital. ഹോസ്പിറ്റലിനുള്ളിലുള്ള ഒരു സർവീസ് ആണ് CSSD, അല്ലെ? ഹോസ്പിറ്റലിനുള്ളിലുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് CSSD. which accept, അതിന്റെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അക്സെപ്റ്റ് സ്വീകരിക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, ആൻഡ് പ്രോസസ് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുന്നു, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അത് എന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ സപ്ലൈകളും ഒക്കെ അതിന്റെ കൺട്രോൾ ചെയ്യുന്നു. ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ, സ്റ്റെറിലൈസ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും എല്ലാം ഈ CSSD ന്നാണ് സപ്ലൈ ചെയ്യുന്നത്. ഫ്രം ഓൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. കണ്ടോ? ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കണ്ടോ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണേ? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. ഇതെല്ലാം ചെയ്യുന്നത് hospital for the care and safety of care, പേഷ്യൻസിന്റെ കെയറിനും സേഫ്റ്റിക്കും വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്താണ് CSSD എന്നുള്ളത് ക്ലിയർ ആയോ? എന്താണ്
ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും, സ്റ്റെറിലൈസേഷൻ നടത്തും, എന്നിട്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ തിരിച്ച് സപ്ലൈ ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സർവീസ് ആണ്. എന്തിനു വേണ്ടി ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ കെയറിനും എന്താണ് സേഫ്റ്റിക്കും വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. 2 പോയിന്റ് പറയാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. ഇപ്പൊ ഓൾറെഡി പറഞ്ഞു, ഈ നമ്മുടെ CSST ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻ, ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്താ ചെയ്യുന്നേ? ഒന്നാമത്തെ എന്താ ഫംഗ്ഷൻ ചെയ്യുന്നത്? CSST എന്താ ചെയ്യുന്നത്? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ, അല്ലെ? എല്ലാ സ്റ്റെറിലൈസ് മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുക. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മേടിച്ചിട്ട് അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. ക്ലിയർ ആയോ? ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത്രയും ഒന്ന് വായിച്ചു വെച്ചേക്കണേ, മറന്നു പോകരുത്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പിന്നെ നമ്മൾ കുറെ പോയിന്റ്സ് പറഞ്ഞത്, അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. പിന്നെ CSSTയുടെ 2 പാരഗ്രാഫ് നമ്മൾ എടുത്തത്, അത് രണ്ടും ഒന്ന് വായിച്ചു വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.